നടയും നടയമരങ്ങളും പദം വെച്ച് ഈ പുണ്യഭൂമിയിലേക്ക് വരുന്നു. ആളും അരങ്ങും ഒരുങ്ങി നിൽക്കുന്ന ഭഗവാന്റെ മണ്ണിൽ ഉത്സവാഘോഷങ്ങൾക്ക് നിറം പകർന്ന ഗജവീരന്മാർ നിരനിരക്കുമ്പോൾ ഈ പുണ്യഭൂമിയിലേക്ക് ഈ വർഷം ഇതാദ്യമായി ആനയടി പൂരത്തിലേക്ക് കടന്നു വരുന്നു രാജകേസരി തടത്താവിള മണികണ്ഠൻ. ഗജനരിയുടെ മറ്റൊരു നേരവകാശി കടന്നു വരുന്നു ഗജകേസരി പുതുപ്പള്ളി ഗണേശൻ. അതെ, താൻ പിന്നിടുന്ന വീഥികളിൽ നാഴികക്കല്ലായ നേട്ടങ്ങളെ എണ്ണം പറഞ്ഞ തിടമ്പാനയായും എടുത്തു നിൽക്കുന്ന സവിശേഷതകളുള്ള കൂട്ടാനയായും എവിടെയും ചേരുന്ന നന്ദൻ. വടക്കൻ നാട്ടിലേക്കും മധ്യ കേരളത്തിലെ തനതായ പൂരപ്പറമ്പുകളിലേക്കും ഇനിയും വസന്തം വിരിയിക്കേണ്ടുന്നവൻ ഇവൻ നീലകണ്ഠൻ. പുതുമയെന്നും അലങ്കാരമാക്കിയപ്പോഴും തെക്കിന്റെ പൊന്മണ്ണ് കൈവിടാതെ കാത്ത മാതംഗ മാണിക്യം ഐതിഹ്യങ്ങൾ അസുബന്ധ ചാർത്തണിഞ്ഞു നിൽക്കുന്ന ആനയടി തമ്പുരാന്റെ മണ്ണിലേക്കിതാ തെക്കിന്റെ വീരതട്ടകത്തിൽ ആഘോഷത്തിന്റെ മഹോത്സവം ഒരുങ്ങി നിൽക്കുമ്പോൾ ഇതാ ചുവടുവെച്ച് വരികയാണ് ഒരു യുവരാജാവ്. ചരിത്രമുറങ്ങുന്ന നാടിന്റെ ആവേശത്തിന് തിരികൊളുത്തിക്കൊണ്ട് പൂരനഗരിയുടെ വേറിട്ട ചന്തം വരികയാണ് യുവകേസരി ഊട്ടോളി ചന്തു. ഇതാ ആനയടി തമ്പുരാന്റെ ആവേശഭൂമിയിലേക്ക് പാദം കൊണ്ട് ചുംബിച്ചിതാ ആനയടി പൂരം കൂടുവാൻ ഒരു നാട്ടാന ചന്തം കടന്നു വരികയാണ്. മലയാളക്കര കണ്ട സഖ്യ സൗന്ദര്യങ്ങളിൽ സമസ്ത ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ മറ്റൊരു സുന്ദര ഗന്ധർവൻ ഇതാ വന്നു ചേരുകയാണ്. ഇയാളുടെ പേരുകേട്ട നേരത്തെല്ലാം ഈ മണ്ണിൽ അവതരിക്കുന്ന കണ്ണൻ. വടക്കൻ മണ്ണിന്റെ തട്ടകം കിടന്ന് മലയാള നാട്ടിൽ കാലുകുത്തിയ തന്റേതായ ഇടം തനത് ശൈലിയിൽ നേടിയെടുത്തവൻ. താരങ്ങളിൽ മാത്രം വാണുവിളങ്ങിയ തോട്ടക്കാട്ടു നാട്ടിൽ ചരിത്രം കുറിച്ചു നിലകൊള്ളുന്നവൻ. ശാന്ത സൗമ്യ ഭാവങ്ങൾ കൊണ്ടാണ് കേരളത്തിന്റെ ഇടനെന്തിൽ സ്ഥാനം കുറിച്ചിട്ട ഗജകേസരിയാണിവൻ. അതെ, വരികയാണ് പതിവ് പോലെ ഇവിടം ആവേശം നിറയ്ക്കുവാൻ വരികയാണവൻ. ആനയടി പൂരത്തിലേക്ക് അഴകു ചാർത്തി കടന്നു വരികയാണ് മഹേശ്വരൻ. അതെ, ഈ പുണ്യഭൂമിയിലേക്ക് വരികയാണ്. 1000 ആവേശം അകമ്പടിയാക്കി ഈ മണ്ണൊരുങ്ങി നിൽക്കുമ്പോൾ ഇതാ ഈ പുണ്യഭൂമിയിലേക്ക് പദം വെച്ച് വരികയാണ് മഹേശ്വരൻ. അതെ, പവിത്രമാകുന്ന ആചാരങ്ങളുടെ വിളനിലമായ വടക്കുന്നാഥ ഭൂമിയിലെ ആനയൂട്ടം കൂടി ഒരുപാട് പൂരഭൂമികളിൽ നിറസാന്നിധ്യമായി പേരുകേട്ട വീരന്മാരെ എന്നും പൂരമലയാളത്തിന് സമ്മാനിച്ച പാണഞ്ചേരിയുടെ ഗജരാജൻ ഗജകേസരി പാണഞ്ചേരി മഹേശ്വരൻ വരികയാണ്. താരസൂര്യപ്രഭയുടെ കാവലാളായി തെക്കൻ മലയാളത്തിന്റെ മടിത്തട്ടിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന തമ്പുരാൻ. എണ്ണം പറഞ്ഞ വേദികൾ എന്നും സ്ഥാനം നൽകി ആദരിച്ച അടൂരിന്റെ വീരപുത്രൻ. ശാന്തശീലനും സൗമ്യപ്രഭാവനുമായ ചക്രവർത്തി മാതംഗ സൗമ്യ ശ്രേഷ്ഠൻ ഗജേന്ദ്ര നാട്ടുപ്രമാണി മൗട്ടക്കു രാജേന്ദ്രൻ. ഒന്നാം തരം ഗജക്കില്ലാടി ഗജേന്ദ്ര സേനാപതി തോട്ടേക്കാട്ടുകണ്ണൻ. നിറനിറയുന്ന ആരവങ്ങൾക്ക് ആഘോഷത്തിന്റെ സായന്തനം ആരവം സമ്മാനിക്കുമ്പോൾ ഇനിയിതാ കടന്നു വരുന്ന തെക്കൻ നാട്ടിലെ മറ്റൊരു കേവൻ. കാണുന്ന കാഴ്ചയിൽ തന്നെ ഏത് മനസ്സും കീഴടക്കുവാൻ പോകുന്ന വേറിട്ടാന ചന്തം. ഓണാട്ടുകര വാടുന്ന സൗന്ദര്യത്തിന്റെ ഗതരൂപം.
ഗണപതി പ്രിയൻ വഴുവാടി കാശിനാഥൻ. അങ്ങ് ആൻഡമാൻ നാടിന്റെ മടിത്തട്ടിൽ നിന്നും ആന കേരളത്തിന്റെ വിരിമാറിലേക്ക് കടന്നു വന്ന വിസ്മയമിതാ. എണ്ണിയാൽ ഒടുങ്ങാത്ത ആവേശങ്ങൾ നിറയുമ്പോഴും ആരും കൊതിക്കുന്ന ശാന്തതയുടെ ഗതമൂർത്തി ഭാവമായി നിറയുന്നവരിതാ. അഴകിന്റെ മഴവിൽ അഴകുകൾ തന്നോട് ചേർത്ത് ആന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം താരമാകുന്നവൻ ഇതാ കടന്നു വരികയാണ്. തെക്കിന്റെ തനതായ പൂരപ്പറമ്പുകളും വടക്കിന്റെ ചിത്തവട്ടങ്ങളും മനപ്പാഠമാക്കി അടൂരിന്റെ ഗതനായകൻ മാതംഗ സൗമ്യ ശ്രേഷ്ഠൻ മൗട്ടത്തൂർ രാജേന്ദ്രൻ. മണ്ണിൽ പിറന്ന വീരന്മാരിൽ മാതംഗ പെരുമയുടെ ഇല്ല പെരുമ തൊട്ടവൻ സുരേഷ് കുമാർ പടിപ്പുരയ്ക്കൽ കിഴക്ക് താമാക്കുളം സമർപ്പിക്കുന്ന വഴിപാടായി കടന്നു വരികയാണ് ഗജരാജൻ പടിഞ്ഞാറേ മഠം ശങ്കരൻ. ചേലുള്ള സഹ്യപുത്രന്മാരുടെ ചെവിയാട്ടത്തിന് കാവൽ നിൽക്കുന്ന മലയാളക്കരയുടെ എണ്ണം പറഞ്ഞ സൗന്ദര്യം കടന്നു വരികയാണവൻ. നാഗമാണിക്യം പുത്തൻകുളം കേശവൻ. കണ്ണനും ആനയടി പൂര പെരുമയിലേക്കിതാ അഴകിന്റെ നിറച്ചാർത്തായി വരികയാണ്. ഉഗ്രപ്രതാപികൾ അടക്കി വാഴുന്ന ഉണ്ണിമങ്ങാടിന്റെ മണ്ണിലെ എണ്ണം പറഞ്ഞവൻ കടന്നു വരുന്നു. ആനങ്ങൾ അരങ്ങു വാഴുന്ന മണ്ണിലെ മാതംഗ സൗകുമാര്യം മാതംഗ ശ്രേഷ്ഠൻ ജീശ്വരപ്രിയൻ ഉണ്ണിമങ്ങാട് കണ്ണൻ. കുളമാക്കിൽ തറവാട്ടിൽ നിന്നും വരികയാണ് ഒരു കരിവീര തേജസ്. അതെ, കുളമാക്കിൽ പാർത്ഥസാരഥിയോടൊപ്പം അരങ്ങു വാഴുന്ന കരിവീര തേജസ് കുളമാക്കിൽ ഗണേശൻ വരികയാണ്. തന്റെ വീഥികളിൽ എന്നും കാവലായിട്ടുള്ള സാരഥി വയനാടൻ കുഞ്ഞുമോന്റെ കയ്യും പിടിച്ചുകൊണ്ടിതാ വരികയാണവൻ. ഉത്തര വനാന്തര ഭൂമിയുടെ ഹൃദയ സീമയിൽ നിന്നും ആലപ്പുഴയുടെ കടലോരത്തേക്ക് ആവേശപ്പെരുമയായി കടന്നു വന്നവൻ കുളമാക്കിൽ ഗണേശനും സാരഥിമാർക്കും ആനയടി പൂരത്തിലേക്ക് സ്വാഗതം. മാധവൻകുട്ടിയുടെ വരവ് ആമ്പാടിയിൽ നിന്നും വരികയാണ്. മാധവൻകുട്ടി ഗജരാജ പെരുമ നിറയുന്ന ആനയടി പൂര പെരുമയിലേക്ക് ഇതാ ആമ്പാ ശ്രേഷ്ഠൻ ഉണ്ണിപ്പിള്ളിൽ ഗണേശൻ. ഇതാ തന്റെ പ്രിയ സാരഥിമാർ മുപ്പത്തടം സാലിയുടെ കൊല്ലം ശ്രീലാലിന്റെയും കൈകൾ പിടിച്ചുകൊണ്ടുവരികയാണവൻ. വടക്കൻ മഴക്കാടുകൾ ജന്മം കൊടുത്ത മലയാള മണ്ണിന്റെ മടിത്തട്ടിൽ വന്നെത്തിയ ഉത്തമ സൗന്ദര്യം പെരുമുഖ കാന്തി കൊണ്ടും പെരുമയേറുന്ന സ്വഭാവ രീതികൾ കൊണ്ടും ആരാധകർക്കിടയിൽ തരംഗമായി മാറിയവൻ കർണനും കാളിദാസനും കൊച്ചു ഗണേശൻ. ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരത്തിന്റെ നാട്ടിൽ നിന്നും മലയാളക്കരയ്ക്ക് ലഭിച്ച വരദാനമാണിവൻ. തന്റെ പ്രിയ സാരഥി കാവനാട് കണ്ണന്റെ കയ്യും പിടിച്ചു വന്നെത്തുന്നു ആനയടിയിലേക്ക്. മഹിമകൾ നിറയുന്ന മലയാളക്കരയിലേക്ക് മറുനാട് കടന്നെത്തിയ യുവശ്രീമാൻ കാവലായി വാഴുന്ന സത്യചൈതന്യ സ്വരൂപിണിയുടെ നാമധേയം ഇഹലോകത്തിടിമുഴക്കമാക്കി തീർത്ത പൊന്നാൻകുട്ടി തന്റെ നല്ല കാലത്തിന് നേരം കുറിച്ച തമ്പുരാട്ടി. അതെ, ഭക്തപ്രഹ്ലാദൻ വഞ്ചുമുക്കിന്റെ കയ്യും പിടിച്ചുകൊണ്ടിതാ ആനയടിയിൽ പുതു ചരിത്രം രചിക്കുവാൻ വരികയാണ് യുവരാജാവ്. സ്വതസിദ്ധമായ ശൈലി കൊണ്ട് ആനപ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയ ഉത്തമ യുവരാജൻ. തമിഴക മഹിമയുടെ നിലയ്ക്കാത്ത സൗന്ദര്യവും പേറി പിറവി കൊണ്ടവൻ. ആനകൾ അനവധി അരങ്ങു വാഴുന്ന കീഴൂട്ട് തറവാട്ടിലെ ഇന്നത്തെ തമ്പുരാൻ സാക്ഷാൽ കീഴൂട്ട് വിശ്വനാഥനോടൊപ്പം കൊട്ടാരക്കരയുടെ മണ്ണടക്കി ഭരിക്കുന്നവൻ. ഭക്തപ്രഹ്ലാദ വഞ്ചിമുക്ക് ഭഗവാനായി സമ്മാനിക്കുന്ന പൂർണ്ണതയുടെ നേർരൂപം മന്ത്രികുമാരൻ കീഴൂട്ട് ശ്രീകണ്ഠൻ. രാജൻ, രാജാതിരാജൻ, പാമ്പാടി രാജൻ. ഒരുങ്ങി നിൽക്കുന്ന ജനസാഗരമേ, അസ്തമ സൂര്യന് കീഴെ കതിർവില്ലഴകൻ അവതരിക്കുന്നു.
ധർമ്മരക്ഷ പടിഞ്ഞാറൻ ദേശത്തിന് രംഗപ്രവേശം, പെരുമാളിന്റെ പൂരപ്രവേശം വരുന്നുണ്ട്. പെരുമാൾ ആന കേരളത്തിന്റെ പെരുമാൾ, ഗജരാജ ലക്ഷണ പെരുമാൾ, നവലോക സുന്ദര ഛത്രാധിപതി പാമ്പാടി രാജൻ. കൊല്ലംകോട് മനോജും ഒരേ മനസ്സോടെ കൈകൾ പിടിച്ചുകൊണ്ട് വരുന്നു അവനെ. അതെ, ചോദ്യങ്ങൾക്കിനി സ്ഥാനമില്ല, ചോദിച്ചാൽ മറിച്ചൊരു ഉത്തരവുമില്ല. വരുന്നത് രാജനാണ്, വശ്യ മലയാളത്തിന്റെ വിശ്വവീരസുന്ദരൻ, ഭൂലോക ഉത്തുംഗ ശൃംഖരാജൻ, ദ യൂണിവേഴ്സൽ കിങ് പാമ്പാടി രാജൻ. ധർമ്മരക്ഷയൊരുക്കുന്ന രാജസൂയം, 1000 സൂര്യന്റെ ഐശ്വര്യ പ്രഭയുമായി അങ്ങ് കോടനാട് രചിച്ച രാജസൂയം, കോടനാടും കോട്ടയുവും കടന്ന് പേടിയില്ലാതെ പടനയിച്ച രാജസൂയം. പെരുമയേറുന്ന നിറ യൗവനത്തിൽ ഗുരുവായൂരപ്പനായി നടയിരുത്തപ്പെട്ട കലിയുഗ പുണ്യം, കാലത്തിന്റെ ചൈത്രയാത്രയിൽ നിയോഗങ്ങളുടെ പൊൻവസന്തം ചൂടി നാരായണന് പ്രിയനായി മാറിയവൻ, നെയ്ത്തിരി നാളങ്ങൾ തെളിയുന്ന ശ്രീലകത്തു നിന്നും വനമാല ചാർത്തി കണ്ണൻ ശീവേലി എഴുന്നള്ളുന്ന ഉത്തമ മസ്തകം, ഏകാദശി വിളക്കിന്റെ പൊൻകാലത്തു നിന്നും ശിരസോളം മറ്റൊരു പീഠമില്ലെന്ന് തെളിയിച്ചവൻ. അതെ, ഉണ്ണിയായും കണ്ണനായും ഓടക്കാർ വർണ്ണനായും ഗുരുവായൂർ വാഴുന്ന നാരായണന്റെ പൊന്നുണ്ടി വരികയാണ്. അടക്തമി പെരുമ നിറയുന്ന തിരുവ്യാഘ്രപാദപുരിയുടെ തലയെടുപ്പ്, ഗജപ്രജാപതി വേമ്പനാട് അർജുനൻ. അടിയുറച്ചു നിൽക്കുവാനും ഒരു യുവരാജാവ് വരണ്ടേ. അതെ, ആരെ കാണണമെന്ന് ആഗ്രഹിച്ചുവോ അവനെ തന്നെ കൊണ്ടുവരികയാണ് ഛത്രപതി. വഴിമാറാത്ത ചരിത്രം വിണ്ണിലും മണ്ണിലും ഇല്ലെന്ന് തെളിയിച്ച് ഛത്രപതിയുടെ യുവരാജാവ് വരുന്നു. ഛത്രപതി ആനയാടിയുടെ യുവരാജാവ്, യുവരാജ ക്ഷത്രിയൻ, കാലകാപ്യ ഗജപതി, ഗജയുവരാജൻ, പുത്തൻകുളം മാളി നിവാസ് ആമ്പാടി ബാലൻ. നായകന് ശേഷം പാലകാപ്യ ഗജപതി പട്ടം ചൂടിയ ഒരേ ഒരാണരുതൻ, പുതുമയാർന്ന ശൈലികൾ കൊണ്ട് പെരുമകൾ വാരി ചൂടുവാൻ പിറവികൊണ്ടവൻ, യോഗ്യതകൾ വെറും വാക്കുകളല്ലെന്നും യോഗ്യനായ പോരാളി താൻ തന്നെയെന്നും ഉത്സവ മലയാളത്തിന് കാണിച്ചു കൊടുത്ത ബാലൻ വരികയാണ്. തൊട്ടാൽ പൊള്ളുന്ന വിജയങ്ങൾ തന്നെ ചരിത്രരേഖയിൽ വേണമെന്ന വാശിയുള്ള ബാലൻ. രചിച്ചുപോയ രീതിയല്ല, പുതിയ കാലത്തിന്റെ ശൈലിയാണ് തനിക്കെന്ന് പറയാതെ പറയുന്ന ബാലൻ. ആരും കൊതിക്കുന്ന ആരവം പൂരഭൂമികൾക്ക് പകരമായി നൽകിയ പുതുമയുള്ള പടനായകൻ. പൂരം പൂവിടുന്ന മണ്ണിലെല്ലാം നേരിടുന്ന നായകത്വം കാത്തിരിക്കുന്ന ഒരേ ഒരു ബാലൻ. ബാല്യം വെറും പേരിൽ മാത്രമെന്നും പോരാട്ടത്തിൽ അവതാരത്തിന്റെ മൂർത്തിഭാവം കൊണ്ട് അവതരിക്കുന്നു മക്കളെ നാട്ടുരാജാവ്. ഇവൻ നരസിംഹപ്രിയയുടെ, നരഹരിയുടെ നാട്ടുരാജാവ്. അതെ, ഇതാ വരികയാണവൻ. ആരവങ്ങൾ തന്റെ വരവിനെ ശീലമാക്കി പട നയിക്കുവാൻ നരഹരി കൊണ്ടുവരുന്നു. ഇവൻ തൃക്കടവൂരിന്റെയും തിരുവിതാംകൂറിന്റെയും എണ്ണം പറഞ്ഞ പടനായകൻ. തെക്കൻ മലയാളത്തിന്റെ മണ്ണിൽ നിന്നും എണ്ണിയാൽ ഒടുങ്ങാത്ത വേദികൾ കീഴടക്കിയ പടനായകൻ. കാലകാലേശ്വരന്റെ കണ്ണിൽ ഉണ്ണിയായ കടവൂരിൽ വാഴുന്ന പടനായകൻ. സാക്ഷാൽ തെക്കിന്റെ തേവർ, ഏകസഖ്യ ശ്രേഷ്ഠാധിപതി തൃക്കടവൂർ ശിവരാജു. ാണ് രീതി. അതെ, അവതരിക്കുന്നുണ്ടെങ്കിൽ അത് ആരവമുയർത്തുവാൻ തന്നെ. നായകനാണ് മക്കളെ നായകൻ. നാടറിഞ്ഞ് ആരാധിച്ചവർക്കെല്ലാം ആവേശത്തിന്റെ കൊടുമുടി സമ്മാനിച്ച നരഹരിയുടെ നായകൻ. ഏത് കണ്ണും ഏത് മനസ്സും എഴുന്നേറ്റ് നിന്ന് കൈവടങ്ങുന്ന കാശി വിശ്വനാഥപുത്രൻ. ആശയും വാശിയും ആവേശവും അഷ്ടമുടി കായൽ കരയ്ക്ക് സമ്മാനിച്ച ഇഷ്ടമൂർത്തി പുത്രൻ. ഉത്രം പിറന്നവന്റെ പൂങ്കാവനത്തിൽ നിന്നും ഉന്നതികളുടെ ഭാഗ്യജാതകം കുറിച്ചവൻ. തിരുവതാമണിയുടെ പൊന്നു പൂങ്കാവനത്തിൽ മിന്നും താരപ്രഭയോടെ പിറവികൊണ്ട തൃക്കടവൂരാൻ.
തെക്കൻ കൊടുങ്കാറ്റ് വീശും പോലെ തെക്കും വടക്കും തന്റെ പ്രതാപ ശൗര്യം തീർത്ത കടവൂരാൻ, അരങ്ങിൽ താരമാകുവാൻ അണിയറയിൽ ആദ്യാക്ഷരങ്ങൾ പഠിച്ചഴകേറുന്ന തൃക്കടവൂരാൻ. അതെ, കാലകാല കോവിലിൽ കാന്തിയോടെ വാടുന്ന കൈലാസേശ്വരന് മകനായി തൃക്കടവൂരിൽ കാലുകുത്തിയ കലിയുഗ പുണ്യം. കാതിരവനെ കാത്തിരുന്ന മണ്ണിലേക്ക് കാത്തിരുന്നതിനെ കൈപിടിയിലാക്കിയ നരഹരിയുടെ നായകൻ അതെ വരികയാണ്. ആനയടി എന്നും തന്റെ രാജതട്ടകൾ കടന്നു വന്ന വീരനായകൻ മീനാടൻ. തീരാതാവേശത്തിന്റെ പടവാളുമായി ദക്ഷിണ മലയാളത്തിന്റെ തിലകക്കുറിയായി തീർന്നവൻ മീനാടൻ. പേരും പെരുമയും ഈ പുണ്യഭൂമിയിലേക്ക് വരികയാണവൻ. മികവാർന്ന സഖ്യ സൗന്ദര്യത്തിന്റെയും മികവാർന്ന എഴുന്നള്ളിപ്പ് പ്രൗഢിയുടെയും അവസാന വാക്കായ ഗജരാജൻ ആര്യം കൊതിക്കുന്ന ആവേശത്തെ തന്റെ രീതികളിൽ ചേർത്തു നിർത്തി പൂരങ്ങളായ പൂരങ്ങളെല്ലാം നയിച്ചവൻ. താൻ കയറി നിൽക്കാത്ത വേദികളും തന്റെ പാദം പതിയാത്ത പൂരഭൂമികളും മലയാള മണ്ണിൽ അധികമില്ലെന്ന് തെളിയിച്ച അക്ഷരനഗരിയുടെ അഭിമാനതാരം. അരങ്ങിൽ എഴുന്നള്ളി നിന്നാൽ തന്നോളം പ്രൗഢി മറ്റൊന്നിനുമില്ലെന്ന് മലയാള പെരുമയ്ക്ക് കാണിച്ചു കൊടുത്തവൻ. ഇതാ നരസിംഹപ്രിയ വെള്ളച്ചുരിയുടെ അഭിമാന നായകൻ, മലയാള മാതംഗ പെരുമയുടെ സ്വകാര്യ അഹങ്കാരമായ കാഞ്ഞിരക്കാട്ട് മനയിലെ ശേഖരൻ പ്രൗഢഗംഭീരമായി കടന്നു വരുന്നു. കളഭകേസരി കാഞ്ഞിരക്കാട്ട് ശേഖരൻ. സാരഥിമാർക്കും ആനയടിയുടെ പൂരപ്പെരുമയിലേക്ക് സ്വാഗതം. ഗണപതി വരികയാണ്. തന്റെ ശാന്ത സൗന്ദര്യം കൊണ്ട് ആരാധകരെ തന്നോട് ചിഞ്ചുലത്തിന്റെ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിതാ ആനയടിയുടെ പൂരപ്പെരുമയിലേക്ക് ഐശ്വര്യ ശ്രീമാൻ ഉണ്ണിമങ്ങാട് ഗണപതി. ചിഞ്ചില കൊണ്ടും ആരാധകരുടെ മനം കീഴടക്കിയവൻ. ഒരുപാട് ജനതയുടെ ആവേശമായ ആനയടി പൂരത്തിനായി അവതരിക്കുന്നു കോഴിക്കോടിന്റെ സുൽത്താൻ യുവഛത്രാധിപതി കടേക്കച്ചാൽ ഗണേശൻ. തെക്കൻ മലയാളത്തിന്റെ സീമയിൽ നിന്നും വടക്കൻ തട്ടകത്തിന്റെ ഹൃദയ തുടിപ്പായി മാറിയ കളഭ സൗന്ദര്യം കാലത്തിന്റെ ഇടനാടി കടന്നപ്പോൾ ആരാധക വൃന്ദം കൈനീട്ടി സ്വീകരിച്ച ചരിത്രമുള്ളവൻ. കാവൽ നിൽക്കുന്ന തുണക്കാർക്ക് വരെ കൈനിറയ സൗഭാഗ്യം പകരുന്ന ഐശ്വര്യ ശ്രീമാൻ. നായകന്മാർക്ക് സ്ഥാനമൊരുങ്ങുന്ന നവയുഗ വേദികളിൽ തിളങ്ങി നിൽക്കുവാൻ വേണ്ടുന്ന നിയോഗവും ചൂടി ആനയടിയുടെ മണ്ണിലേക്ക് ചിഞ്ചിലത്തിന്റെ കരങ്ങൾ ഗ്രഹിച്ചു കൊണ്ടുവരുന്നു. കോഴിക്കോടിന്റെ മണ്ണിലെ ആവേശ കാഴ്ചകൾക്ക് പകരം കൊടുത്ത സുൽത്താൻ കാഴ്ചയുടെ സാക്ഷാൽ പകിട്ടും പ്രൗഢിയും നിറയുന്ന മണ്ണിലെ പെരുമയാർന്ന ആഘോഷത്തിന് തന്റെ സൗന്ദര്യം കൊണ്ട് അലങ്കാരം തീർക്കുവാൻ ഇതാ ചിഞ്ചിലം ബ്രദേഴ്സ് കൊണ്ടുവരുന്നു അവനെയും. ആനയടിയിൽ ആവേശത്തിന്റെ ചരിത്രം മുഴക്കിയ ചിഞ്ചിലം ബ്രദേഴ്സിന്റെ നായകൻ ഇവൻ. പൂരനഗരിയിൽ നിന്നും കടന്നു വരുന്ന താരപ്രഭയുള്ള നായകൻ ഗജരത്നം പാറന്നൂർ നന്ദൻ. ഒന്നിച്ചു വാഴുവാൻ ഭീതിയില്ലാതെ പടനയിക്കുവാൻ പുതുപ്പള്ളി പുണ്യാളന്റെ മണ്ണിൽ അവതരിച്ചവൻ. അക്ഷരനഗരിയുടെ ഉഗ്രകവാടം കടന്ന് തിരുനക്കരയിൽ ആവേശത്തിന്റെ പൊൻപൂരം കൂടിയവൻ. ദുരിതം തീർക്കുന്ന രുദ്ര മഹാകാളി അതിരുദ്രയായി വാഴുന്ന ഉത്രാളിയിൽ വലം കൂട്ടിന്റെ പ്രൗഢി കാണിച്ചവൻ വരികയാണ്. ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു. എണ്ണം പറഞ്ഞ താരങ്ങളിൽ കൊമ്പിൽ മാത്രം കൈപിടിച്ചു സാരഥി പറളി ബാലകൃഷ്ണന്റെ കൈയും പിടിച്ചുകൊണ്ടിതാ ചിഞ്ചിലം ബ്രദേഴ്സിനായി അവതരിക്കുന്നു നന്ദൻ. പവിത്രമായ ആചാരങ്ങളുടെ പടനിലമായ ആനയടിയുടെ മണ്ണിലേക്ക് പലകുറി കടന്നു വന്ന ചരിത്രമുള്ളിക്കാത്ത ആവേശത്തോട് വില്ലും കുലച്ചെഴുന്നള്ളുന്ന പേരൂരാൻ. തുല്യമായ സ്നേഹം തെല്ലും പോലും കുറയ്ക്കാതെ നൽകി കണ്ണിലുണ്ണിയായി വളർത്തുന്ന പേരൂരുകാരുടെ അഭിമാനമായ പേരൂരാന്റെയും ഒന്നാമനായി സാരഥി ഹരിപ്പാട് വിജയേട്ടന്റെ കൈയും പിടിച്ചുകൊണ്ടിതാ തന്റെ നാഥനെ ശിരസിൽ എഴുന്നള്ളിച്ചു വരികയാണപ്പോ. നിയോഗത്തിന്റെ നായകത്വം വഹിക്കുവാൻ നരസിംഹസ്വാമി തെരഞ്ഞെടുത്ത ഉത്തമ പീഠമായപ്പോ അഴകിന്റെ ആവനാഴി ആവേശമായി അണിഞ്ഞാന കേരളത്തിന്റെ പുതുനിറയിലേക്ക് കടന്നു വന്ന അതേ അപ്പു വരികയാണ്.
എവിടെ തന്റെ പാദം പതിയുന്നുവോ അവിടം നരസിംഹശോഭയാൽ നിറയ്ക്കുന്ന നരസിംഹദാസനായപ്പോ നാടുവാഴുവാൻ താൻ ഇവിടെയുണ്ടെന്ന് താരമൂല്യം കൊണ്ട് തെളിയിച്ചതാ കടന്നു വരികയാണ് ആനയടിയപ്പോ നരസിംഹപ്രിയൻ ആനയടി ദേവസ്വം അപ്പോ. പോലീസ് കൺട്രോൾ റൂമിൽ നിൽക്കുന്നു. അരുണതി വരെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ അറിയിക്കുന്നു. ഭാഗവതത്തിന്റെ